അരുൺ, ഇപ്പോൾ വളരെ കൃത്യമായ വിവരമാണ് ജിഷ്ണു നൽകുന്നത്. അതായത് ബില്ല് പാസ്സാക്കാനാകും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഭാരതത്തിന്റെ സർക്കാർ എന്നുള്ളത്. അവിടെ കൂടുതൽ പേർ എത്തിയിട്ടുണ്ടോ ഇത് സംബന്ധിച്ച്? അതുപോലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്കും അരുൺ പോകണം. ആ ഇത് 3 പഞ്ചായത്ത് അല്ലേ, 3 പഞ്ചായത്ത്, കോടിക്കണക്കിന് വിലയുണ്ടായിരുന്ന ഏക്കർ കണക്കിന് സ്ഥലം, ഇതൊക്കെയാണ് ഒറ്റയടിക്ക് വഖഫ് ബോർഡ് ഏറ്റെടുക്കുന്നത്. വളരെ കൃത്യമായി ഗ്രാമവാസികൾ പറയുന്നു, സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു. ഈ സ്ഥലം ഏറ്റെടുത്തപ്പോൾ മൗന സമ്മതം ആണ് നൽകിയത് DMK സർക്കാർ എന്ന്. അരുൺ, തുടരാം. തീർച്ചയായും DMKയുടെ ഭാഗത്തു നിന്ന് അവരുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ വഖഫ് ബോർഡിന്റെ സ്ഥലങ്ങളൊക്കെ തങ്ങൾ തിരികെ മേടിച്ച് നൽകും എന്നുള്ളത്. പിന്നീടാണ് ഇത്തരത്തിൽ വഖഫ് ബോർഡ് ഈ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തങ്ങളുടേതാണെന്ന അവകാശവാദവുമായി രംഗത്തെത്തിയതെന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഏതായാലും ആ ക്ഷേത്രത്തിന്റെ അകത്തു നിന്നുള്ള കാഴ്ചകൾ കൂടി ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കാൻ സാധിക്കും. എത്രത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് എന്നുള്ളത് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ അകത്തെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ വ്യക്തമാവുന്നുണ്ട് എന്നുള്ളതാണ്. 1300 വർഷം പഴക്കമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. നമ്മൾ ഇവിടെ വരുന്നത് വരെ നമ്മൾ ആദ്യം കരുതിയിരുന്നത് ഈ ഒരു ക്ഷേത്രം മാത്രമാണ് ഇത്തരത്തിൽ വഖഫ് ബോർഡ് തങ്ങളുടേതാണെന്ന അവകാശവുമായി രംഗത്തെത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ക്ഷേത്രം മാത്രമല്ല, ഇതിന് സമീപത്തുള്ള കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട്. അന്തനല്ലൂർ എന്നുള്ള സ്ഥലത്താണ് കാശി വിശ്വനാഥ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രവും അതോടൊപ്പം തന്നെ മറ്റ് ഒരു 3 ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട്. അത്തരത്തിൽ 5 ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് വഖഫ് ബോർഡ് തങ്ങളുടേതാണെന്ന അവകാശവാദവുമായി രംഗത്ത് വന്ന് ഇത്തരത്തിൽ ഈ ഒരു നാടൊന്നാകെ തങ്ങളുടെ ഭൂമിയെല്ലാം തങ്ങളുടേതാണെന്ന അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധേയമായ ഒരു കാര്യം എന്നുള്ളത് 95% ഹിന്ദുക്കളാണ് ഇവിടെ ഉള്ളത്. ഒരു 5% മുസ്ലിംസുമുണ്ട്. ഈ എല്ലാവരെയും ഇത് ബാധിക്കും എന്നുള്ളതാണ്. നേരത്തെ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, ഇതൊരിക്കലും മുസ്ലിം വിരുദ്ധമല്ല. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ ഒരു നാട്ടിൽ ഇത് ബാധിക്കുന്നത്. ഈ വഖഫ് ബോർഡ് തങ്ങളുടെ ഭൂമിയാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ബാധിക്കുന്നത് ഒരിക്കലും ഹിന്ദു ജനങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള മുസ്ലിമായ ആളുകൾ ഉൾപ്പെടെ ഇതിൽ ബാധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടുത്തെ ആളുകൾ തന്നെ പറയുന്നു, കഴിഞ്ഞ ദിവസം കേരളത്തിലെ MP-മാർ തങ്ങളുടെ ഈ നാടിൻ്റെ ഈ ഒരു അവസ്ഥയൊന്നും അറിയാതെയാണ് ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത്. ഇത് എന്തുകൊണ്ട് ഗുരുവായൂരിലെ ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളായ മുസ്ലിമുകളായ ആളുകളെ ഉൾപ്പെടുത്തുന്നില്ല എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത് തങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ എത്രത്തോളം ദുരിതമാണ് ഈ വഖഫ് ബോർഡിലെ തെറ്റായ നയങ്ങൾ അല്ലെങ്കിൽ തെറ്റായ ആ നിയമങ്ങൾ മൂലം തങ്ങൾ എത്രത്തോളം അതിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഇവർ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഈ DMKയുടെ 40ഓളം MP-മാരുണ്ട്. ആ MP-മാരൊന്നും തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. ഇത്രയും വലിയ ഒരു ബുദ്ധിമുട്ട് തങ്ങൾ അനുഭവിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം പാർലമെന്റിൽ എത്തുമ്പോൾ തങ്ങളെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ DMKയുടെ ഭാഗത്തുനിന്ന് പോലും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഇവർ വളരെ ദുഃഖത്തോടെ പറയുന്നു എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായാലും ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടാണ് വഖഫ് ബോർഡ് ഈ അവകാശവാദവുമായി രംഗത്ത് വന്നതോടെ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് 369 ഇടങ്ങളിലാണ് ഒറ്റ ദിവസം കൊണ്ട് വഖഫ് ബോർഡ് വിവിധ ഭാഗങ്ങളിൽ തങ്ങൾക്ക് അവകാശമുണ്ട്, ഇത് തങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, തങ്ങളുടെ ഭൂമിയാണെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അങ്ങനെ ആ 369 ഇടങ്ങളിലായി ഹെക്ടർ കണക്കിന് ഭൂമി തങ്ങളുടേതാണെന്നാണ് ഇവർ വഖഫ് ബോർഡ് പറയുന്നത്. പക്ഷേ അതിലൊക്കെ സ്വാഭാവികമായിട്ടും ചോദ്യമായി ഉയരുന്നത് ഇത്തരത്തിൽ 1300, 2000, 3000 ഒക്കെ വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് ഈ വഖഫ് ബോർഡിൻ്റെതായി മാറുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യം. മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം ദേവസ്വത്തിൻ്റെ ഭൂമിയുണ്ട്. സമാന രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള പല ഗ്രാമങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ അധീനതയിലുള്ളതാണ് എന്നുള്ളതാണ് രേഖകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെ രേഖകളിലൊക്കെ ക്ഷേത്രഭൂമിയാണെന്ന് കൃത്യമായിട്ടുള്ള ഈ ഒരു ഇടം അത് എങ്ങനെയാണ് വഖഫ് ബോർഡ് തങ്ങളുടേതാണെന്ന് പറയുന്നത് എന്നുള്ളതാണ്. വഖഫ് ബോർഡിൻ്റെ പറയുന്ന കാര്യങ്ങൾക്ക് വാക്കാലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത്. ഇവരുടെ കയ്യിലൊന്നും അടിസ്ഥാനപരമായി ഒരു രേഖയും ഇല്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. യാതൊരു രേഖയും ഇല്ലാതെയാണ് പലയിടങ്ങളിലും വഖഫ് ബോർഡ് അവകാശവാദവുമായി രംഗത്ത് വരുന്നത്. പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ തങ്ങൾക്കൊക്കെ ഇങ്ങനെ കത്തയക്കുകയാണ്, ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുകയാണ്. കത്തയച്ച് പിന്നീട് അത് തെളിയിക്കേണ്ട ബാധ്യത തങ്ങൾക്കാണ്. തങ്ങളത് രേഖകളും മറ്റുമൊക്കെ കാണിച്ചുകൊണ്ട് തങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ഇത് എന്ന് തെളിയിക്കുന്നു. അങ്ങനെ തെളിയിക്കുമ്പോൾ
അതിലും പിന്നീട് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത് പിന്നെ ട്രിബ്യൂണലിലേക്ക് പോകുന്നു. അവിടെയും ഈ നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ ഇടപെടൽ നടത്തി അതിലൊരു ഏതെങ്കിലും തരത്തിലൊരു വിധി ഉണ്ടാവുകയാണെങ്കിൽ ആ വിധി പുറപ്പെടുവിക്കുന്ന ആളുകൾ, അതിലുള്ള ആളുകൾ മുഴുവൻ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് സുന്നി വിഭാഗത്തിൽ നിന്ന് മാത്രമുള്ള ആളുകളാണ്. അതിലുപരി സ്ത്രീകൾക്ക് അവിടെ പ്രാതിനിധ്യമില്ല. അതല്ലെങ്കിൽ ഷിയ വിഭാഗക്കാരുണ്ട്, അഹമ്മദിയ വിഭാഗക്കാരുണ്ട്, അവർക്കൊന്നും ഈ വഖഫ് ബോർഡിൽ പ്രാതിനിധ്യമില്ല. ഈ സുന്നി വിഭാഗക്കാരായ ആളുകൾ മാത്രം ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു, പിന്നീട് അവർ തന്നെ അത് നടപ്പിലാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത് തങ്ങൾക്ക് യാതൊരു കാരണവശാലും അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ക്ഷേത്രമൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഇങ്ങനെ തങ്ങളുടേതാണെന്ന് ഒരു വഖഫ് ബോർഡ് പറയുമ്പോൾ അത് എങ്ങനെയാണ് അനുവദിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവർ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത്. മാത്രമല്ല മങ്കമ്മ എന്നുള്ളൊരു സ്ത്രീ, അവരാണ് ഇതിൻ്റെയൊക്കെ മുൻപുണ്ടായിരുന്ന അവകാശി എന്നുള്ളതാണ്. അതുകൂടെ നമുക്ക് ഇവിടുത്തെ ആളുകളോടൊന്ന് ചോദിക്കാനുണ്ട്. ഇത് இந்த ப்ராப்பர்ட்டி எல்லாமே வந்து மங்கம்மா அவரோட தானே, அவங்க கீழே தானே இருந்தது? இல்லை, அது வந்து திருச்சி ஏர்போர்ட்டு அந்த ஏரியாவில் தான் வந்து அந்த மங்கம்மாவோட அவங்களோட ப்ராப்பர்ட்டி இருந்துச்சு. இந்த ஊரில் வந்து இந்த ஏரியா கிடையாது. மங்கம்மா ப்ராப்பர்ட்டி இந்த ஏரியாவில் கிடையாது. இது மங்கம்மா ப்ராப்பர்ட்டின்னு என்ன சொல்கிறது காரணம்னா, மங்கம்மா வந்து திருவரம்பூர் ஏர்போர்ட் ஏரியாவில் பார்த்தா குறிப்பிட்ட கிராமத்தை இனாமாக கொடுத்துருக்காங்க. அவங்க வந்து மங்கம்மா வந்து இனாமா கொடுத்துருக்காங்க. அந்த இனாம் வந்து ஒரு முஸ்லீம் பேரரசு, முஸ்லீம் ஆட்சியில் இருந்த நிஜாம் ஆட்சியில் இருந்தவங்களுக்கு அவங்க இனாமா கொடுத்துருக்காங்க படையுதவி பண்ணதுக்காக. ஆனால் அதுக்கு முன்னாடியே 1300 வருஷத்துக்கு முன்னாடி இந்த ஒரு இங்கே இருக்க ஒரு 5 கிராமம் வந்து இந்த இனாமா தான் கொடுக்கப்பட்டது, படை வீரருக்காக இனாமா கொடுக்கப்பட்டுச்சு. இது தவறுதலாக புரிஞ்சுக்கிட்டு அவங்க கொடுத்த மங்கம்மா கொடுத்ததுலேயும் இனாம்னு இருக்கும். எந்த பகுதியில் இருக்குது அது வந்து திருச்சியில ஒரு சின்ன ஒரு ஏர்போர்ட் ஏரியால இருக்குது. அப்புறம் திருவரம்பூர் ஏரியா வந்து இந்த மங்கம்மா கொடுத்த அந்த ப்ராப்பர்ட்டி இது உள்பட அந்த மாதிரி சொல்றது. ஆமா, மங்கம்மா கொடுத்த ப்ராப்பர்ட்டி இந்த ப்ராப்பர்ட்டி கிடையாது. அவங்க தவறா புரிஞ்சுக்கிட்டாங்க. இந்த ஊர்ல வந்து திருச்செந்துறை கிராமம், திருச்செந்துறை இனாம், அந்தனூர் இனாம், மேக்குடி இனாம், பெரிய கருப்பூர் இனாம், இது மாதிரி இந்த ஊர் பேர்லாம் இனாம்னு முடியும். அதனால இந்த ஊரும் வந்து மங்கம்மா கொடுத்ததா தான் இருக்கும் அப்படின்னு சொல்லி இனாம்னு ஒரு வார்த்தையை வச்சு தான் இந்த இது முயற்சி பண்றாங்க. அவங்க இதுக்கு எதுக்குமே இந்த டாக்குமெண்ட், ரிட்டன் டாக்குமெண்ட் எதுவும் இல்லை, எல்லாமே சும்மா பேச்சா சொல்றதா. எந்த விதமான டாக்குமெண்ட், எந்த விதமான எதுவுமே கிடையாது. என்னன்னா வக்ஃப் போர்டு தலைவர் சொல்லும் போது என்ன சொல்றாரு, அவங்க வந்து அந்த ராணி மங்கம்மா காலத்துல வந்து படை உதவி பண்ணதுக்காக நிஜாமுக்கு வந்து அவங்க அந்த கிராமத்தை வந்து வரி வசூல் பண்ணுறதுக்காக இனாமா கொடுத்துட்டாங்க அப்படிங்கிற மாதிரி அவர் சொல்கிறாரு. ஆனால் அதை வந்து நம்ம கேட்கும் போது அதுக்கு உண்டான டாக்குமெண்ட்டோ கல்வெட்டோ இல்லை பட்டயமோ கேட்கும் போது அது அந்த மாதிரி பேப்பரோ ஒர்க்கோ என்னமோ இல்லை. ஆனால் காட்ட மாட்டேங்கிறாங்க. கேட்டால் இருக்குங்கிறாங்க. ஆனால் எதுவுமே அது மாதிரி காட்டல, கிரைம் இல்லை, இந்த மாதிரி காட்டல. இது சம்மந்தமாக அவங்க கோர்ட்லையும் எதுவுமே அது மாதிரி சப்மிட் பண்ணவும் இல்லை. அவங்க வாய் வழியாக வந்த வார்த்தையை வச்சுக்கிட்டு இது இப்போ என்னன்னா, இது வந்து எப்படி யார் இந்த மாதிரி இனாம்ங்கிற வார்த்தையை வச்சுக்கிட்டு இந்த நம்ம அரசாங்கம், டிஎம்கே அரசாங்கம் தான் என்ன பண்ணியிருக்கு, அரசு அதிகாரிகளை கையில் வச்சுக்கிட்டு அதெல்லாம் அவங்க வக்ஃப் போர்டு சொத்துன்னு சொல்லி அவங்க வந்து அவங்களா ப்ராப்பர்ட்டி இதெல்லாம் வந்து வக்ஃப் போர்டு சொத்துன்னு சொல்லி அவங்க தான் கொடுத்துருக்காங்க. ஏன்னா அந்த வக்ஃப் போர்டு வாரிய தலைவரே சொல்கிறாரு, எங்களுக்கு வந்து அரசாங்கம் தான் எங்களுக்கு வந்து இதெல்லாம் எங்களோட சொத்துக்கள்லாம் மீட்டு அவங்க தான் அடையாளம் காட்டினாங்க, அவங்க தான் எங்களுக்கு இதெல்லாம் வக்ஃப் போர்டு வாரிய சொத்துன்னு சொல்லி அவங்க தான் எங்களுக்கு லிஸ்ட்டே கொடுத்துருக்காங்கன்னு சொல்லி அரசாங்கத்தை தான் அவங்க சொல்கிறாங்க. அப்போ இதில் வந்து அரசாங்கத்தோட பங்கு பார்த்தீங்கன்னா அது திமுக அரசாங்கத்தோட பங்கு தான் பெரிய பங்காக இருக்க மாட்டேங்குது. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇതെല്ലാം വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് എന്നുള്ളത് കൃത്യമായി തന്നെ പറഞ്ഞത്, അത് ആദ്യമായിട്ട് കാണിച്ചു കൊടുത്തത് ഗവൺമെന്റ് ആണ്. അതായത് DMK സർക്കാരാണ് പറഞ്ഞത് ഇത്തരം ഭൂമികളാണ്, ഈ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഭൂമികളാണ് വഖഫ് ബോർഡിന്റെ എന്നുള്ളത് ആദ്യമായി പറഞ്ഞത് DMK സർക്കാരാണ്. അവരാണ് കാണിച്ചു കൊടുത്തത്. അതിനുശേഷമാണ് വഖഫ് ബോർഡ് ഇത്തരത്തിലുള്ള അവകാശവാദവുമായി രംഗത്തെത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ ഈ മങ്കമ്മ എന്നുള്ളത് ഇവിടുത്തെ ഒരു നാട്ടുരാജാവാണ്. പണ്ടത്തെ ആ നാട്ടുരാജാവായ മങ്കമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോർഡിൽ ഈ പടയും മറ്റുമൊക്കെ നയിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ നിജാമായിരുന്ന ആള് അതിന് സഹായം ചെയ്തിരുന്നു. അന്ന് സഹായം ചെയ്തപ്പോൾ അത് ഇനാമായിട്ട് ഇവിടുത്തെ ചില പ്രദേശങ്ങൾ, അതായത് എയർപോർട്ടും മറ്റുമുള്ള ഭാഗത്തെ കുറച്ച് ഭൂമി നൽകിയിരുന്നു. പക്ഷെ ആ ഭാഗത്തെ ഭൂമി നൽകിയതിന് ഈ പറയുന്ന ഈ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഭൂമികൾ അത്തരത്തിൽ ഇനാമായി നൽകിയതാണെന്ന തെറ്റിദ്ധാരണ പരത്തുന്നു എന്നുള്ളതാണ്. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഡോക്യുമെന്റും ഇതുവരെയും വഖഫ് ബോർഡിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കോടതിയിലൊന്നും ഇതുവരെ അത്തരത്തിലുള്ള ഒരു രേഖയും അവർ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇവരുടെ നിയമ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഇവിടുത്തെ കൂടുതൽ ആളുകളുടെ ഇത്തരത്തിൽ ഇത് എത്രത്തോളം ആളുകളെ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. കൂടുതൽ ആളുകളുടെ പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ അതൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, അരുൺ ആലത്തൂർ, ഞങ്ങൾ ഇപ്പോൾ ഇനി അടുത്ത വാർത്തയിലേക്ക് നീങ്ങേണ്ട സമയമായി. പക്ഷേ അരുൺ അവിടെ തുടരണം. കാര്യം അരുൺ
ഓരോ തവണ ലൈവ് വരുമ്പോഴും പുതിയ പുതിയ വിവരങ്ങളുമായിട്ടാണ് വരുന്നത്. ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച്, കൊടിയ വഞ്ചനയെ സംബന്ധിച്ച്. ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണ്. അതിന് വളരെ പ്രസക്തമായ ഒരു ചരിത്രം 54 രൂപീകരിച്ചതാണ്, പാർലമെന്റ് അംഗീകരിച്ചതാണ്, പാസ്സാക്കിയ നിയമം. 95 പുതിയ വഖഫ് നിയമം വന്നു. 2013 ഇത് ഭേദഗതി ചെയ്തത്. അതിന് UPA സർക്കാർ, അതെ, തെളിച്ചു പറയണം അല്ലെ, UPA സർക്കാർ ഇത് ഭേദഗതി ചെയ്ത ശേഷമാണ് വിപുലമായ അധികാരങ്ങൾ വഖഫ് ബോർഡിന്, അതായത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ ഏത് ഭൂമിയും ഏറ്റെടുക്കാനുള്ള അനിയന്ത്രിതമായ അധികാരമാണ് വഖഫ് ബോർഡുകൾക്ക് നൽകിയത്. എന്തായാലും അതിനൊരു മാറ്റം വരുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, തിരുച്ചെന്തൂരിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ, അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് വീണ്ടും എത്താം.